എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയാണ് നവകേരള മിഷനിൽ ഉൾപ്പെടാത്തത്? ലൈഫ്, ആർദ്രം, ഹരിത കേരളം, EMS ഭവന പദ്ധതി. തന്നിരിക്കുന്നവയിൽ ഏത് പദ്ധതിയാണ് നവകേരള മിഷനിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി, EMS ഭവന പദ്ധതി. നവകേരള മിഷന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച 4 പ്രധാന മിഷനുകൾ ഹരിത കേരളം, ആർദ്രം, ലൈഫ്, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയാണ്. പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്നതിനായി EMS ഭവന പദ്ധതി ആരംഭിച്ചത് 2008 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പാസാക്കിയ വർഷം. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 1989. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയത് 1989 സെപ്റ്റംബർ 11 ഇത് രാജ്യത്ത് നിലവിൽ വന്നത് 1990 ജനുവരി 30 ഈ നിയമം ജമ്മു കശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തുടക്കത്തിൽ ബാധകമായിരുന്നു. പിന്നീട് ജമ്മു കശ്മീരിനും ബാധകമാക്കി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് SCST കിത്താഡ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് SC/ST കിത്താഡ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി, കോഴിക്കോട്. കിർത്താഡ്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ്. 1972 രൂപീകൃതമായ ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ പുനഃസംഘടിപ്പിച്ചാണ് 1979 കിർത്താഡ്സ് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി നിയമിതമായ മറ്റു പിന്നാക്ക വിഭാഗ കമ്മീഷൻ OBC കമ്മീഷൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി നിയമിതമായ മറ്റ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ OBC കമ്മീഷൻ. ഓപ്ഷൻ സി, കാക്ക കലേൽക്കർ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി നിയമിതമായ OBC കമ്മീഷൻ കാക്ക കലേൽക്കർ കമ്മീഷനായിരുന്നു. ഭരണഘടനയുടെ 340 അനുച്ഛേദം അനുസരിച്ചാണ് രാഷ്ട്രപതി 1ാം പിന്നാക്ക വിഭാഗ കമ്മീഷനെ നിയമിച്ചത്. ഈ കമ്മീഷൻ 1953 ജനുവരി 29 രൂപീകരിക്കപ്പെടുകയും 1955 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. BP മണ്ഡലിന്റെ അധ്യക്ഷതയിൽ 2ാം OBC കമ്മീഷൻ നിലവിൽ വന്നത് 1979. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഓപ്ഷൻ ബി, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം. ഓപ്ഷൻ ഡി, ഇന്ത്യ. ഇന്ത്യയാണ് സാമൂഹിക വികസന പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം. ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് 1952 ഒക്ടോബർ 2 ഗ്രാമീണ മേഖലകളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ആരംഭിച്ച ഈ പദ്ധതിക്ക് അമേരിക്കയിലെ ഫോർഡ് ഫെഡറേഷന്റെ സഹായം ലഭിച്ചിരുന്നു. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സർക്കാർ 1972-73 കാലഘട്ടത്തിലാണ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം EGS ആദ്യമായി നടപ്പിലാക്കിയത്. ഈ പ്രാദേശിക പദ്ധതിയാണ് പിന്നീട് രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് അടിസ്ഥാനമായത്. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി, കുടുംബശ്രീ. കുടുംബശ്രീ മിഷൻ കേരളത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുന്നത് തടയുന്ന പ്രിനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് റെഗുലേഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് PNDT ആക്ട് പാസാക്കിയത് ഏത് വർഷമാണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തുന്നത് തടയുന്ന
PNDT ആക്ട്, പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് റെഗുലേഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി 1994. PNDT ആക്ട് 1994 പാസ്സാക്കിയെങ്കിലും രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നത് 1996 ജനുവരി 1-നാണ്. പിന്നീട് 2003 ഈ നിയമം ഭേദഗതി ചെയ്യുകയും പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് PCPNDT ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1917 വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് ആരാണ്? 1917 വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആനി ബസന്റ്. തമിഴ്നാട്ടിലെ അടയാറിലാണ് ആനി ബസന്റ്, ഡൊറോത്തി ജിനരാജദാസ, മാർഗരറ്റ് കസിൻസ് എന്നിവർ ചേർന്ന് വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ WIA ആരംഭിച്ചത്. സൈന്യസഹായ വ്യവസ്ഥ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? സൈന്യസഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ സി വെല്ലസ്ലി പ്രഭു. സൈന്യസഹായ വ്യവസ്ഥ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ആയിരുന്നു. സൈന്യസഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ സ്വദേശി രാജ്യം ഹൈദരാബാദ് ആയിരുന്നു. 1798 ഹൈദരാബാദിലെ നിസാം ഇതിൽ ഒപ്പുവെച്ചത്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രശസ്തനായ നേതാവ് ആരായിരുന്നു? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രശസ്തനായ നേതാവ് ഓപ്ഷൻ എ സുന്ദർലാൽ ബഹുഗുണ. 1973 ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ, അന്ന് ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്നു ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. സുന്ദർലാൽ ബഹുഗുണയെ കൂടാതെ ചണ്ഡി പ്രസാദ് ഭട്ട്, ഗൗരാദേവി എന്നിവരും ഈ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കളായിരുന്നു. വാണ്ടി വാഷ് യുദ്ധം നടന്നത് ആർക്കൊക്കെ ഇടയിലാണ്? വാണ്ടി വാഷ് യുദ്ധം നടന്നത് ആർക്കൊക്കെ ഇടയിലായിരുന്നു? ഓപ്ഷൻ ബി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇടയിലായിരുന്നു വാണ്ടി വാഷ് യുദ്ധം നടന്നത്. 1760 ജനുവരി 22 നടന്ന വാണ്ടി വാഷ് യുദ്ധം മൂന്നാം കർണാടക യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ സർ അയർകൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ കൗണ്ട് ഡി ലാലിയും നയിച്ചു. യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെയാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ സി കൽക്കട്ട, 1911. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബിഷൻ നാരായൺ ധർ ആയിരുന്നു. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ ഡി WC ബാനർജി. ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി ആയിരുന്നു. 1885 ഡിസംബർ 28 മുതൽ 31 വരെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഈ ചരിത്രപ്രസിദ്ധമായ ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ബാങ്ക് ദേശസാൽക്കരണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര്? ബാങ്ക് ദേശസാൽക്കരണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിലെ പ്രമുഖരായ 14 വാണിജ്യ ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ചത്. പിന്നീട് 1980 ഏപ്രിലിൽ 6 ബാങ്കുകളെ കൂടി ഇതേ രീതിയിൽ ദേശസാൽക്കരിക്കുകയുണ്ടായി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ നേതാവ് താഴെ പറയുന്നവരിൽ ആരാണ്? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ നേതാവ് തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ CR ദാസ്. 1923 ജനുവരി 1 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. CR ദാസ് ഈ പാർട്ടിയുടെ പ്രസിഡന്റായും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയായും ചുമതലയേറ്റു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഷിംല കരാർ ഒപ്പുവെച്ച വർഷം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഷിംല കരാർ ഒപ്പുവെച്ച വർഷം
ഓപ്ഷൻ എ 1972. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഈ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഷിംല കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ. 1853 ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ഓടിയത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലാണ്? 1853 ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ഓടിയത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലായിരുന്നു? ഓപ്ഷൻ സി ബോംബെയും താനെയും. 1853 ഏപ്രിൽ 16 ബോംബെയിലെ ബോറി ബന്ദറിനും താനേക്കും ഇടയിൽ ഇന്ത്യയിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടിയത്. ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ നിർമ്മിച്ച ഈ ട്രെയിൻ 34 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. ലോർഡ് ഡെൽഹൌസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. റുപ്പിയ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയ രാജാവിൻ്റെ പേര്? റുപ്പിയ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയ രാജാവിൻ്റെ പേര്? ഓപ്ഷൻ ഡി ഷേർഷാ. അഫ്ഗാൻ ഭരണാധികാരിയായ ഷേർഷാ സൂരി, സൂർ വംശസ്ഥാപകനായ ഷേർഷാ സൂരി തൻ്റെ ഭരണകാലത്ത് പുറത്തിറക്കിയ 178 ഗ്രെയിൻ തൂക്കമുള്ള വെള്ളി നാണയമാണ് റുപ്യ. ആധുനിക ഇന്ത്യൻ രൂപയുടെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നതും ഷേർഷാ നടപ്പാക്കിയ ഈ നാണയവ്യവസ്ഥയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം നടന്ന വർഷം? ഓപ്ഷൻ എ 1809. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത്. കേരളത്തിലെ കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്? കേരളത്തിലെ കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്? ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂരിൽ വെച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ബോംബുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചതാണ് ഈ കേസിന് ആധാരം. ഈ കേസിലെ ഒന്നാം പ്രതി പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ഡോക്ടർ കെ.ബി. മേനോനായിരുന്നു. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ഡി അയ്യങ്കാളി. അയ്യങ്കാളി 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തരിസാപ്പള്ളി ചെപ്പേട് 849 CE പുറപ്പെടുവിച്ചത് ആരാണ്? തരിസാപ്പള്ളി ചെപ്പേട് 849 CE പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ചെപ്പേട് 849 CE പുറപ്പെടുവിച്ചത്. വേണാട് ഭരണാധികാരിയായിരുന്നു അയ്യനടികൾ തിരുവടികൾ. രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ മുൻപാകെയായിരുന്നു? രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ മുൻപാകെയായിരുന്നു? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ 1896 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ 1900 ഇന്ത്യ സന്ദർശിച്ച കോൺ വൈസ്രോയി കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തിയത് ആരെയാണ്? 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തിയത് ആരെയായിരുന്നു? ഓപ്ഷൻ ബി ഡച്ചുകാരെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യമാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികശക്തിയെ പരാജയപ്പെടുത്തിയ ചരിത്രപ്രസിദ്ധമായ യുദ്ധമാണിത്. ഇതിനുശേഷം ഡച്ച് കമാൻഡറായ ഡെലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഭാഗമായി മാറുകയുണ്ടായി. ദി മുസ്ലിം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ഉടമ ആരായിരുന്നു? ദി മുസ്ലിം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ഉടമ ആരായിരുന്നു? ഓപ്ഷൻ എ വക്കം മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1906 ജനുവരിയിലാണ് മുസ്ലിം എന്ന മാസിക ആരംഭിച്ചത്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസ പുരോഗതിക്കായും ഈ പ്രസിദ്ധീകരണം നിലകൊണ്ടു. 1851 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? 1851 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. 1851 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലായിരുന്നു.
1852 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 1729 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ അഞ്ചൽ സംവിധാനം നിലവിലുണ്ടായിരുന്നെങ്കിലും തുടക്കത്തിൽ ഇത് രാജകീയ ആവശ്യങ്ങൾക്കും ഭരണപരമായ കാര്യങ്ങൾക്കും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി വള്ളത്തോൾ. 1930 നവംബർ 9 വള്ളത്തോൾ നാരായണമേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും എന്നത് പ്രശസ്ത നവോത്ഥാന നായകനായ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുറംഗ്. 1867 ബോംബെയിലാണ് ആത്മാറാം പാണ്ഡുറംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഇതിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന പ്രചോദനം കേശബ് ചന്ദ്രസൻ ആയിരുന്നു. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന ലോക മത പാർലമെന്റിൽ പങ്കെടുത്തത് ഏതു വർഷമാണ്? സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന ലോക മത പാർലമെന്റിൽ പങ്കെടുത്തത് ഏതു വർഷമാണ്? ഓപ്ഷൻ ഡി 1893. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത് അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിഖ്യാതമായ പ്രസംഗം ആരംഭിച്ചത്. 1905 ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1905 ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു 1905 ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ തിലകൻ. ബാലഗംഗാധര തിലകൻ കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി ചന്ദ്രശേഖർ ആസാദ്. 1928 സെപ്റ്റംബറിൽ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്ത് വെച്ചാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ ബി സർ വില്യം ജോൺസ്. 1784 ജനുവരി 15 കൽക്കട്ടയിലെ ഫോർട്ട് വില്യമിൽ വെച്ച് സർ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ഏത് വർഷമാണ്? ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ഡി 1919. 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് വെച്ച് ജനങ്ങൾക്ക് നേരെ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തത്. കാരക്കോറം പർവ്വതനിരയുടെ ഇന്ത്യൻ ഭാഗം ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? കാരക്കോറം പർവ്വതനിരയുടെ ഇന്ത്യൻ ഭാഗം ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ലഡാക്ക്. കാരക്കോറം പർവ്വതനിരയുടെ ഇന്ത്യൻ ഭാഗം ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്, 4096 കിലോമീറ്റർ. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്, 106 കിലോമീറ്റർ. പ്രശസ്തമായ സുഖവാസ കേന്ദ്രമായ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രശസ്തമായ സുഖവാസ കേന്ദ്രമായ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി പഴനി മലകൾ. തമിഴ്നാട്ടിലെ പഴനി മലനിരകളിൽ ദിണ്ടിഗൽ ജില്ലയിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്.
അയ്യാവഴി എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? അയ്യാവഴി എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് അയ്യാവഴി. ജാതിക്കുമ്മി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജാതിക്കുമ്മി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന പുസ്തകം രചിച്ചത്. 1905 ജാതിക്കുമ്മി രചിക്കപ്പെട്ടതെങ്കിലും ആദ്യമായി അച്ചടിച്ചത് 1912 SNDP യോഗം സ്ഥാപിതമായത് ഏതു വർഷമാണ്? SNDP യോഗം സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1903. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP രജിസ്റ്റർ ചെയ്ത് നിലവിൽ വന്നത്. ശ്രീനാരായണ ഗുരു ശാശ്വത അധ്യക്ഷനായും കുമാരനാശാൻ ആദ്യ ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ പൽപ്പു വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവ്? കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജനനനാമം അയ്യപ്പൻ എന്നായിരുന്നുവെങ്കിലും കുട്ടിക്കാലത്ത് അദ്ദേഹം കുഞ്ഞൻ പിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗത്തിൽ 352 മുതൽ 360 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെയും ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെയും ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയും കുറിക്കുന്നു. ഇന്ത്യയിൽ മനുഷ്യ അവയവ മാറ്റിവെക്കൽ പ്രക്രിയകൾ നിയമവിധേയമാക്കുന്നതിനും അവയവ കച്ചവടം തടയുന്നതിനുമായി ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം? ഇന്ത്യയിൽ മനുഷ്യ അവയവ മാറ്റിവെക്കൽ പ്രക്രിയകൾ നിയമവിധേയമാക്കുന്നതിനും അവയവ കച്ചവടം തടയുന്നതിനുമായി ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി 1994. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയത് 1994 ഈ നിയമം അവയവദാന പ്രക്രിയകളും മസ്തിഷ്ക മരണവും ഇന്ത്യയിൽ ആദ്യമായി നിയമപരമായി നിർവചിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ബി 239 AA. 1991 69ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ 239 AA അനുച്ഛേദം കൂട്ടിച്ചേർത്തത്. ഈ ഭേദഗതിയിലൂടെയാണ് ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തിന് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി NCT എന്ന പദവിയും സ്വന്തമായി നിയമസഭയും നൽകിയത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? ഓപ്ഷൻ ഡി സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. കേരള നിയമസഭ കേരള സേവനാവകാശ നിയമം പാസ്സാക്കിയത് 2012 ജനങ്ങൾക്ക് സമയബന്ധിതമായി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സേവനം നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്താൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം? ഓപ്ഷൻ എ വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം RTI ആക്ട് പാസ്സാക്കിയത് 2005 ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.